ഇതുപോലത്തെ ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഈ IPL ഉണ്ടായിട്ടില്ല. റെക്കോർഡ് ഓപ്പണിംഗ് ആണ് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ഇന്ന് കാഴ്ചവെച്ചത്. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. 210 റൺസിലാണ് ഗുജറാത്ത് ടീമിന്റെ ആദ്യത്തെ വിക്കറ്റ് ഇന്ന് പോയത്. CSK ടീം നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് ശുഭ്മാൻ ഗില്ലായിരുന്നു. ശേഷം ഗില്ല് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK ടീമിന് ഇന്നത്തെ മാച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷെ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് അവാർഡ് വാങ്ങി ഗില്ല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല, കുറച്ച് സാധ്യത മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഇന്നത്തെ മാച്ചിൽ ഇത്രയും മികച്ച കളി പുറത്തെടുത്തത്. ഇന്ന് ഞങ്ങൾക്ക് ജയിച്ചാൽ ചെറിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മികച്ച കളി പുറത്തെടുത്തത്. എനിക്ക് സപ്പോർട്ടായിട്ട് സായ് സുദർശനും അടിച്ചു കളിച്ചപ്പോൾ കൂറ്റൻ ടാർഗറ്റ് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ഒരിക്കലും ഇന്ന് 231 റൺസ് എടുക്കുമെന്ന് കരുതിയില്ല. പക്ഷേ ഓപ്പണിംഗ് ആണ് ഞങ്ങൾക്ക് ഗുണകരമായത്. CSK ബൗളേഴ്സ് ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നില്ല. ഞങ്ങൾ വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേടിക്കുന്ന ടീം രാജസ്ഥാനാണ്. അവർക്കെതിരെ ജയിക്കാൻ സാധിക്കില്ല. CSK ടീം പോലും ഞങ്ങൾക്ക് എതിരാളിയല്ല. എന്നാൽ രാജസ്ഥാൻ ടീം, അവർ ഞങ്ങൾക്ക് ശരിക്കും ഒരു എതിരാളിയാണ്. ഇനിയുള്ള മാച്ചും ജയിച്ച് എങ്ങനെയെങ്കിലും പ്ലേ ഓഫിലെത്തണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഗില്ല് വ്യക്തമാക്കി. ഈ ഒരു കളി ഗുജറാത്ത് 2 മാച്ച് മുന്നേ കളിച്ചുവെങ്കിൽ അവരിപ്പോൾ പ്ലേ ഓഫിലെത്തിയേനെ. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എങ്കിലും സായ് സുദർശന്റെയും ഗില്ലിന്റെയും ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ്. രണ്ടുപേരും ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. 15 ഓവറിൽ ഗുജറാത്ത് 200 റൺസ് എത്തിയിരുന്നു. അവസാന ഓവർ മെല്ലെ ആയതാണ് പണിയായത്. ഇല്ലെങ്കിൽ ഇന്ന് 270 റൺസ് വരെ ഗുജറാത്ത് എടുത്തേനെ. CSK ബൗളേഴ്സ് ഇത്രയും മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് കരുതിയില്ല. കുറച്ചും കൂടി നന്നായി ബൗൾ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഗുജറാത്തിനെതിരെ ജയിക്കാമായിരുന്നു. ഇന്ന് കളി തോറ്റത് ചെന്നൈക്ക് പണിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.